Hello friends, welcome back to Zaira's Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റും വറുത്ത നിലക്കടലയാണ്. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുഡിങ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 വലിയ ക്യാരറ്റാണ് എടുത്തത്. 1/4 കപ്പ് വറുത്ത നിലക്കടലയ്ക്കും 1.5 കപ്പ് പാലുമാണ് ഇതിലേക്ക് വേണ്ടി എടുത്തത്. നിങ്ങൾക്ക് ഇതിന് കടലക്കേൻ്റെ പകരം കാഷ്നട്ടും യൂസ് ചെയ്യാം. ഈ പുഡിങ്ങിലേക്ക് വറുത്ത കടലക്ക വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇവിടെ വറുത്തെടുത്ത കടലയാണ്. ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊരു വലിയ കഷ്ണങ്ങളായി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് കടലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റും കടലയ്ക്കും ഇവിടെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്ത് വരുന്ന വരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ 7 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തത്. ചൈന ഗ്രാസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിന് യൂസ് ചെയ്യാം. ജലാറ്റിന് ഒരു 10 ഗ്രാം യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ക്യാരറ്റിൻ്റെ ഇത് ഇവിടെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും കടലയ്ക്കും പാലും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒരു നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ക്യാരറ്റിൻ്റെ ഇത് അരച്ചത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുഡിങ്ങിൽ എപ്പോഴും നല്ലോണം മധുരം ആഡ് ചെയ്യണം. എന്നാലും തണുത്തതിന് ശേഷം കണക്കായ മധുരം ഇതിലേക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായി തിളക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള വരുന്നവരെ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ടൈമിൽ നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ ഈ മിക്സിൻ്റെ ചൂടും ചൈന ഗ്രാസിൻ്റെ മെൽറ്റ് ചെയ്തതിൻ്റെ ചൂടും ഏകദേശം ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ പാലൊന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കൂടുതലിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് ചേർക്കൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് ഇത് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടാവും. നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാൻ. നമുക്കിത് ട്രേയിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്കിത് വെക്കാം. ഇത് ഏകദേശം ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നന്നായി ഒന്ന് സെറ്റായിട്ട് കിട്ടും. പുഡിങ് ഇവിടെ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 5 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഈ പുഡിങ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ പുഡിങ് ഉള്ളത്. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. ഇതിലേക്ക് ക്യാരറ്റും പീനട്ടും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ പുഡിങ് ഇഷ്ടമാവും. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.